വിദ്യാഭ്യാസമുള്ളവരും വിജയകരമായ ഒരു കരിയർ ഉള്ളവരും എന്തുകൊണ്ടാണ് റിട്ടയർ ആകുമ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്നത്? കാരണം പ്രൊഫഷണൽ ഇൻ്റലിജൻസും ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസും ഒന്നല്ല. ഒരു മേഖലയിൽ വിദഗ്ധനാകുന്നത് പേഴ്സണൽ ഫൈനാൻഷ്യലും ആ ഒരു വിദഗ്ധത കൊണ്ടുവരണമെന്ന് ഇല്ല. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്. അതായത് പലരും സ്വന്തം കരിയറിൽ ഭയങ്കര അസാധാരണമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ളവരായിരിക്കാം. പക്ഷേ പേഴ്സണൽ ഫൈനാൻസ് വരുമ്പോൾ അവർ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതാണ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കരുതുന്നു. റിസ്ക് മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രിസർവേഷൻ, ഗോൾ ബേസ്ഡ് പ്ലാനിങ് ഇവയൊക്കെ അവർ അവഗണിച്ച് കളയും. അവസാനം മികച്ചൊരു കരിയർ ഉണ്ടായിട്ടും റിട്ടയർ ആകുമ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം പർപ്പസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെറും സ്പെക്കുലേഷനാണ്. പർപ്പസ് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് യഥാർത്ഥ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയാൻ പറ്റുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വിജയിച്ച ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായിട്ട് നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനറിൻ്റെ സഹായം തേടണം. രണ്ടാമത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു കോംപ്രഹെൻസീവ് ഫൈനാൻഷ്യൽ പ്ലാനിങ് റിപ്പോർട്ട് തയ്യാറാക്കുക. മൂന്നാമത്തത് എസ്റ്റേറ്റ് പ്ലാനിങ് പൂർത്തിയാക്കി നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിൽ കണ്ടെത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാപ്പ് ക്രമമായിട്ട് നിങ്ങൾ നികത്തി കൊണ്ടുവരണം. അപ്പോൾ ഓർക്കേണ്ടത് എന്താണ്? ഉയർന്ന വരുമാനം നിങ്ങളെ സമ്പന്നനാക്കില്ല. ശരിയായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആണ് നിങ്ങളെ വെൽത്തി ആക്കുന്നത്. നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്സും വ്യക്തമായൊരു ലക്ഷ്യമുണ്ടോ എന്ന് അറിയേണ്ടതാണ് ഇന്ന് തന്നെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസ്കോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്രീ ഫൈനാൻഷ്യൽ പ്ലാനിങ് റിപ്പോർട്ട് തയ്യാറാക്കൂ. കാരണം വെൽത്ത് ഉണ്ടാക്കുന്നത് കൂടുതൽ റിട്ടേൺ കൊണ്ടല്ല, ശരിയായിട്ടുള്ള പ്ലാനിങ് കൊണ്ടാണ്.